ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. LDC 2024 നോട്ടിഫിക്കേഷൻ നവംബർ 30 പ്രസിദ്ധീകരിക്കുമെന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് PSC അറിയിച്ചിരിക്കുന്നത്. എല്ലാവരും പഠിത്തമൊക്കെ ഊർജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താലാണ് ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതൽ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയറത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് നടക്കുന്നത്, ഓരോ ജില്ലയിലും കട്ട് ഓഫ് എത്രയാണ്, മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള എല്ലാ ആൻസേഴ്സും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു aliSays ബൈ അലീഷ. LD ക്ലർക്ക് എന്ന് പറയുന്നത് ജില്ലാ തലത്തിലുള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ കേരള PSCയുടെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള എക്സാമുകളിൽ ഒന്നാണ് LD ക്ലർക്ക്. അതുകൊണ്ട് വാശിയോടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ പേര് LD ക്ലർക്ക് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നുള്ളതാണ്. അതായത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ടാണ് ഈ ഒരു എക്സാം PSC നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത്, ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. നമുക്ക് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പ്യൂർലി നമ്മുടെ ലക്കിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ അയാളുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്കൊക്കെ പരിഗണിച്ച് കാസർഗോഡ് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് 2 ജില്ലകൾ എടുത്തു എന്ന് മാത്രം. അങ്ങനെ ചൂസ് ചെയ്ത് തിരിച്ച് അയാൾക്ക് നാട്ടിലോട്ട് വരണം, സ്വന്തം ജില്ലയിലോട്ട് തിരിച്ചു വരണം. അതായത് കാസർഗോഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്തോട്ട് തിരിച്ചു വരണം എന്ന് വിചാരിക്കുക. ഇത് എപ്പോഴാണ് സാധിക്കുക? ഈ കാര്യങ്ങൾ നമുക്കറിയണം അല്ലേ? അപ്പോൾ കാസർഗോഡ് LD ക്ലർക്കായിട്ട് 5 വർഷം സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് തിരിച്ച് ഏത് ജില്ലയാണോ പ്രിഫർ ചെയ്യുന്നത് അവിടേക്ക് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇനി ഇങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ മേടിച്ച് വരികയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ജൂനിയർ മോസ്റ്റ്, അതായത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളായിട്ടാണ് അവിടെ പ്രവേശിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ജില്ല ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പ്രൊമോഷനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോർപ്പറേഷൻ വകുപ്പാണെങ്കിൽ അവിടെ 2 വർഷത്തിനൊക്കെ ഉള്ളിൽ UD ക്ലർക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ 2 വർഷം കഴിയുമ്പോൾ UD ക്ലർക്ക് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ ലഭിക്കുമ്പോൾ നമ്മുടെ സീനിയോറിറ്റി അവിടെ നഷ്ടപ്പെടില്ല. സീനിയോറിറ്റിയോട് കൂടിയിട്ടായിരിക്കും അവിടെ നമുക്ക് ട്രാൻസ്ഫറിനുള്ള കണ്ടീഷൻസ്. ഇത്രയും ഇൻഫോർമേഷനും കൂടെ അറിഞ്ഞിട്ട് വേണം നിങ്ങളൊരു ജില്ല ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോ ജില്ലകളിലൂടെ ആയിട്ട് കേരളത്തിലെ 14 ജില്ലകളെയും ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസിലേക്ക് കടക്കാം. ആദ്യം തന്നെ തിരുവനന്തപുരത്തിൻ്റെ. ഇപ്പോൾ 2015 മുതൽ 2018 വരെ നിലവിലുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2018 മുതൽ 2021 വരെയുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നിലവിലുള്ളതും ആയിട്ടുള്ള PSCയുടെ LD ക്ലർക്കിൻ്റെ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളൂ. കാരണം നമുക്കറിയാം 2021 മുൻപ് ഓരോ ഡിസ്ട്രിക്റ്റിനും അല്ലെങ്കിൽ 2 ഡിസ്ട്രിക്റ്റിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ സിമിലർ. അപ്പോൾ അവിടെ കട്ട് ഓഫ് മാർക്ക് കമ്പയർ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ ഇവിടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന PSC എക്സാമിൻ്റെ LD ക്ലർക്കിൻ്റെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജില്ലാ തലത്തിൻ്റെ കോമ്പറ്റീഷൻ്റെ ലെവൽ നമുക്കറിയാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് എന്നുള്ളൂ. ഇനി അഡ്വൈസ് ആണ് നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എത്രത്തോളം അഡ്വൈസ് ഓരോ ജില്ലയിലും പോകുന്നുണ്ട്. അപ്പോൾ ചിലർ കോമ്പറ്റീഷൻ കുറയാൻ വേണ്ടിയിട്ട് പല ജില്ലകളിലും മാറി എക്സാം എഴുതുന്നുണ്ട്. പക്ഷേ അവിടെ അഡ്വൈസ് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ജില്ല ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ 1428 അഡ്വൈസുകളാണ് 2015-2018 റാങ്ക് ലിസ്റ്റിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ ആകെ നൽകിയിട്ടുള്ളത്. ഇത് സപ്ലിമെൻ്ററി ലിസ്റ്റ് നടക്കമുള്ള ടോട്ടൽ അഡ്വൈസിൻ്റെ നമ്പറാണ് ഇത്. അപ്പോൾ 2018-21 വന്നപ്പോൾ ചെറിയൊരു കുറവാണ് വന്നിരിക്കുന്നത്, 1403. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ ഈ ടോട്ടൽ അഡ്വൈസിൻ്റെ ബേസിസിലാണ് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത്
ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതായത് ഇവിടെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 1403 അപ്പോൾ ഇതിനോട് ഏകദേശം സിമിലർ ആയിട്ടുള്ള, അതായത് 1441 പേരെയാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള PSC നടത്തിയ LD ക്ലർക്കിൻ്റെ എക്സാമിന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മെയിൻ ലിസ്റ്റിൽ നമ്പർ മാത്രമാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റുകളിൽ ഇതിനാനുപാതികമായിട്ടുള്ള നമ്പറുകളും അവിടെയും ലിസ്റ്റിൽ ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ 52.67 ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക്. ഇനി റിസൾട്ട് വന്നത് ഓഗസ്റ്റ് 1, 2022 സോ നോർമലി ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെയാണ് ഒരു LD ക്ലർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൻ്റെ PSC ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2022 ഓഗസ്റ്റ് 1 എന്ന റിസൾട്ട് വന്നേക്കുന്നത്, അതായത് ഏകദേശം 2025 ഓഗസ്റ്റ് 1 വരെ ഈ ഒരു ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഉണ്ട് എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 വർഷവും 3 മാസമൊക്കെയാണ് അയക്കുന്നത്. അതിനുള്ളിൽ തന്നെ ടോട്ടൽ അഡ്വൈസ് നടന്നിരിക്കുന്നത് 585 പേർക്കാണ്. ഓക്കെ, 555 പേർക്കാണ്. ഇതിൽ ഓരോ വിഭാഗക്കാർക്ക് എത്രത്തോളം അഡ്വൈസ് നൽകിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ മാത്രം ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബാക്കിയുള്ള ജില്ലയിൽ നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോകും. അതുകൊണ്ടാണ്. അപ്പോൾ OC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ ജനറൽ കാറ്റഗറിയാണ് OC ആയിട്ട് പറയുന്നത്. ഈ ഫോർ ഈഴവ. SC എന്ന് പറയുന്നത് SC ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ അവിടെ സപ്ലിമെൻ്ററി ലിസ്റ്റിലടക്കം 18 റാങ്ക് വരെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഷെഡ്യൂൾഡ് ട്രൈബ് ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് റാങ്ക് 10 വരെ വിളിച്ചിട്ടുണ്ട്. മുസ്ലിംസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി LC അല്ലെങ്കിൽ AI എന്ന് ഉദ്ദേശിക്കുന്നത് ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻസ് കമ്മ്യൂണിറ്റിയാണ്. OBC അതർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. വിശ്വകർമ്മ. SIUCN നാടാർ കമ്മ്യൂണിറ്റിയാണ്. ഹിന്ദു നാടാർ കമ്മ്യൂണിറ്റിയാണ്. SCCC എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആണ്. D എന്ന് പറയുന്നത് ധീവര കമ്മ്യൂണിറ്റിയാണ്. ഇത് ബൈ ട്രാൻസ്ഫർ വഴിയുള്ള നിയമനങ്ങളാണ്. ഇനി അവസാനത്തെ 3 ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റാങ്കിലെ അഡ്വൈസിൻ്റെ വിശദവിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് EWS എന്ന് പറഞ്ഞൊരു റിസർവേഷൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ EWSന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് 2020 ഒക്ടോബർ 23 മുതൽ PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനിലാണ് EWS സംവരണം ബാധകമായിട്ടുള്ളത്. അപ്പോൾ ഓരോ റാങ്കും ഓരോ അഡ്വൈസും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ റിസർവേഷൻ നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യാനുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഇവിടെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 338 അഡ്വൈസ് വരെയാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇത്. 338 വരെയുള്ള അഡ്വൈസാണ് ഇതിനകം പോയേക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സോ ഇത്രയാണ് തിരുവനന്തപുരത്തിന് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് കൊല്ലമാണ്. LDC കൊല്ലം 2015, 2018 734 അഡ്വൈസുകളാണ് ടോട്ടലായിട്ട് പോയേക്കുന്നത്. 2018-21 ടോട്ടൽ അഡ്വൈസ് 827. അപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം ഈ ടോട്ടൽ അഡ്വൈസിൻ്റെ സിമിലർ നമ്പറെയാണ് മെയിൻ ലിസ്റ്റിലും ഉൾപ്പെടുത്തിയേക്കുന്നത്. അതായത് 809 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുത്തിയേക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 54.67. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും വേണ്ടി, എല്ലാ ജില്ലയ്ക്കും വേണ്ടി മെയിൻ എക്സാം എന്ന് പറയുന്നത് ഒറ്റ എക്സാം ആയിരുന്നു. അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് അനലൈസ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇവിടെ ടോട്ടൽ അഡ്വൈസ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രകാരം 407 അഡ്വൈസാണ് ഏറ്റവും ടോട്ടലായിട്ട് ഈ ഒരു ജില്ലയിൽ നിന്ന് നൽകിയിരിക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ 233 പേരെയാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. വീഡിയോ പോസ് ചെയ്തിട്ട് അതത് ജില്ലക്കാർ അതത് ആവശ്യമുള്ളവരെ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു LDC പത്തനംതിട്ട. അപ്പോൾ പത്തനംതിട്ടയിൽ 2015-18 ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 701. 2018-21 ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 576. അവിടെ നേരിയ രീതിയിലുള്ള കുറവുണ്ട്. ഇതിന് സമാനമായിട്ടാണ് മെയിൻ ലിസ്റ്റിൽ, അതായത് 571 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 52 മാർക്കാണ്. അപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം ടോട്ടൽ അഡ്വൈസ് 324.
ജനറൽ കാറ്റഗറിയിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ 175 വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് LDC ആലപ്പുഴ. LDC ആലപ്പുഴയിൽ 2015 മുതൽ 2018 വരെ 536 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. 2018, 2021 റാങ്ക് ലിസ്റ്റ് പ്രകാരം 646 അഡ്വൈസുകളാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 707 പേരെയാണ്. ഇതിന് സമാനമായിട്ട് ആനുപാതികമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റുകളുമുണ്ട്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 48.67 ആണ്. ഏറ്റവും അഡ്വൈസ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 331 പേർക്കാണ്. ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിലെ 196 പേർക്കാണ് ഇതുവരെയായിട്ടും അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് LDC കോട്ടയം. ഇപ്പോൾ കോട്ടയം 674 അഡ്വൈസാണ് 2015-18 കാലഘട്ടത്തിലെ. 822 അഡ്വൈസുകളാണ് 2018-21 റാങ്ക് ലിസ്റ്റിലുള്ളത്. ഇനി ഏറ്റവും റീസെൻ്റ് ആയിട്ട് മെയിൻ ലിസ്റ്റിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു നമ്പറാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മെയിൻ ലിസ്റ്റിൽ 845 പേരെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 54.67 എന്ന് പറയുന്നതാണ് കട്ട് ഓഫ് മാർക്ക്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം 332 പേരാണ് ടോട്ടലായിട്ട് അഡ്വൈസ് ചെയ്തേക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ പെട്ട ഓപ്പൺ കോമ്പറ്റീഷനിൽ പെട്ട 199 പേരെയാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. ആൻഡ് LDC ഇടുക്കി നമ്മളിനി പരിശോധിക്കുകയാണെങ്കിൽ 658 പേരാണ് 2015 മുതൽ 18 വരെ, 2018 മുതൽ 21 വരെ 587 നേരിയ രീതിയിലുള്ള കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അഡ്വൈസ് ആണ് ചാർട്ട് ചെയ്തേക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ സെയിം നമ്പറാണ്, 587 പേരെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 49 ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. ടോട്ടൽ അഡ്വൈസ് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 268 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഓപ്പൺ കാറ്റഗറി വിഭാഗത്തിൽ 184 പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊന്നും EWS ക്ലെയിം അർഹരല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഇനിയുള്ള റാങ്ക് ലിസ്റ്റുകൾ EWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം കൂടി ആഡ് ആവും എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. നെക്സ്റ്റ് LDC എറണാകുളം. LDC എറണാകുളം ടോട്ടൽ അഡ്വൈസ് 2015-2018 കാലഘട്ടങ്ങളിൽ 1006 അഡ്വൈസ് നടന്നിട്ടുണ്ട്. ഇവിടെയും ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. 2018 മുതൽ 21 വരെ 1146 അഡ്വൈസുകൾ നടന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ. അതുകൊണ്ട് തന്നെ 1186 പേരെയാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 53 ആണ്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 543 അഡ്വൈസ് എറണാകുളം ജില്ലയിൽ നടന്നു. അതിൽ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിലെ 373 പേരാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് LDC തൃശ്ശൂർ. 2015-2018 കാലഘട്ടങ്ങളിലുള്ള റാങ്ക് ലിസ്റ്റിലെ 1029 അഡ്വൈസുകളാണ് ടോട്ടലായിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം. 2018-21 കാലഘട്ടത്തിൽ വരുമ്പോൾ 1067 അഡ്വൈസുകളാണ്. ഇപ്പോൾ മെയിൻ ലിസ്റ്റിലെ 1039 പേരാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് 461 പേരെ ഇതിനോടകം അഡ്വൈസ് അയച്ചു കഴിഞ്ഞു. 295 പേർക്കാണ് ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് LDC പാലക്കാട്. ടോട്ടൽ അഡ്വൈസ് 2015-18 കാലഘട്ടങ്ങളിൽ 897, 2018-21 കാലഘട്ടങ്ങളിൽ ടോട്ടൽ അഡ്വൈസ് 969 നേരിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 961 പേരാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 54 മാർക്കാണ് 2022-2025 കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 54. ഇതിനോടകം 390 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. 245 റാങ്ക് വരെയാണ് OC ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള അഡ്വൈസ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് LDC മലപ്പുറം ടോട്ടൽ അഡ്വൈസ് 1048 ആണ്. 2018-21 1006, മെയിൻ ലിസ്റ്റിൽ 997 പേരെയാണ് 2022-2025 കാലാവധിയുള്ള മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതിന് സമാനമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റുകളും ആനുപാതിക റേഷ്യോയിലുണ്ട്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 53 മാർക്കാണ്. ടോട്ടൽ അഡ്വൈസ് 509 പേർക്കാണ് ഇതിനോടകം അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ 345 പേർക്ക് ഇതിനോടകം അഡ്വൈസ് ലഭിച്ചു കഴിഞ്ഞു. ആൻഡ് LDC കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് 15-18 കാലഘട്ടങ്ങളിൽ 1019, 18-21 കാലഘട്ടങ്ങളിൽ 988,
സോ സിമിലർ ആയിട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള PSCയുടെ LD ക്ലർക്കിൻ്റെ മെയിൻ ലിസ്റ്റിൽ 987 പേരെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് 54.33. ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് 340 പേർക്കാണ്. അതിൽ തന്നെ 216 റാങ്ക് വരെയുള്ള ജനറൽ കാറ്റഗറിക്കാർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് LDC വയനാട് ടോട്ടൽ അഡ്വൈസ് 361 2015-18 കാലഘട്ടങ്ങളിൽ. ആൻഡ് 2018-21 വരെയുള്ള കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റിലെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 358 ആണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മെയിൻ ലിസ്റ്റിൽ PSC ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് 372 പേരെയാണ്. ഇതിന് സമാനമായിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റുകളുമുണ്ട്. ആൻഡ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 50.67 ആണ്. ഇതുവരെ 199 അഡ്വൈസ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. OC കാറ്റഗറിയിലെ 125 റാങ്ക് വരെയാണ് ഇതുവരെ പോയിരിക്കുന്നത്. ആൻഡ് LDC കണ്ണൂർ ടോട്ടൽ അഡ്വൈസ് 2015-18 815 അഡ്വൈസുകളും 2018-21 ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് നേരിയ രീതിയിലുള്ള വർധനവുണ്ട്. 983 അഡ്വൈസ്. ഇപ്പോൾ മെയിൻ ലിസ്റ്റിൽ 960 പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കട്ട് ഓഫ് മാർക്ക് 53.33 ആണ് 2021 നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ അഡ്വൈസ് ഇതിനോടൊക്കെ 406 പേർക്ക് അഡ്വൈസ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. OC കാറ്റഗറിയിൽ 241 റാങ്ക് വരെയാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് ഫൈനലി LDC കാസർഗോഡ്. അപ്പോൾ LDC കാസർഗോഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ 2015-2018 കാലഘട്ടങ്ങളിൽ 507 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. 18-21 ആണെങ്കിൽ 533. അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള PSC നടത്തിയ LD ക്ലർക്കിൻ്റെ മെയിൻ ലിസ്റ്റിൽ 530 പേരെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 51.33 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് ഇതുവരെയുള്ള അഡ്വൈസ് 181 പേർക്ക് ഓൾറെഡി അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞു. 107 ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഡ്വൈസ് പോയിരിക്കുന്നത്. 107 പേർക്കാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ. ആൻഡ് ഇത് കട്ട് ഓഫ് മാർക്ക് നമുക്ക് ആദ്യമായിട്ടാണ് LD ക്ലർക്കിന് ഒരു മെയിൻ എക്സാം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സെയിം എക്സാം വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ് നൽകിയിരിക്കുന്നത്. കട്ട് ഓഫ് മാത്രം നോക്കിയിട്ട് ഒരിക്കലും നമ്മൾ ജില്ല ചൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് അഡ്വൈസിൻ്റെ നമ്പർ കൂടെ നോക്കിയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് സമ്മറി ഒരു രൂപത്തിൽ നൽകിയെന്ന് മാത്രം. സോ ജില്ല ഏതായാലും നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല റാങ്കിൽ എത്താനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം എഫേർട്ട് ഇട്ട് ചെയ്തൊരു വീഡിയോ കൂടിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണമെന്ന് കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഓൾസോ ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്, നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക്, ക്ലാസ് എടുക്കുമ്പോൾ നോട്ട്സൊക്കെ അതിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.